ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നമ്മളത് ചെമ്മീനും മുരിങ്ങയ്ക്കായും കൂടെ തീയൽ വെക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുരിങ്ങയ്ക്കായും ചെമ്മീനും എടുത്തു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനമാണ് അതിലുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും ചെറുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് തവ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഉള്ളിയും തേങ്ങയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി വറുത്ത് എടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മുടെ പകുതി വരെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറ് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വരുന്നുണ്ട്. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് മുളക് പൊടി, മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന്. തേങ്ങ വറുത്തത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് അരക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി സാധനങ്ങൾ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ചെറുള്ളിയാണ് ചേർക്കുന്നത്. ഉള്ളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി വരണ്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ചെമ്മീനും മുരിങ്ങയ്ക്കായും കൂടെ തീയൽ വെക്കുന്നത്. ഉണക്ക ചെമ്മീനിട്ട് ഞാൻ തീയൽ വെക്കും. പിന്നെ നമ്മുടെ പടവലങ്ങായും ചെമ്മീനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ആദ്യം നമ്മളിതിട്ട് വരട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ചെമ്മീൻ ഇടുമ്പോൾ നമ്മളെന്തായാലും ഒന്ന് വേവിക്കണമല്ലോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പം ഞാനിത് എല്ലാം കുറേശ്ശെ വഴറ്റുന്നുള്ളൂ. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അളവും കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാനിപ്പോൾ മുരിങ്ങയ്ക്കായും കൂടെ അങ്ങ് ചേർക്കുകയാണ്. ഇപ്പം തക്കാളിയും വരണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുമാതിരി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെമ്മീനും കൂടെ ചേർത്ത് ഞാൻ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേവട്ടെ. കൊടുക്കണം, അത് ആരും മറന്നു പോകരുത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം.